പ്രദർശനം ഏതാണ്ട് ഒരു മാതൃകയാണ് കേരളത്തിലെ കുടുംബങ്ങൾക്ക്. ഏതാണ്ട് 10-15 കൊല്ലമായി എനിക്ക് അടുത്തറിയാവുന്ന ഒരു കുടുംബമാണ് പത്മിനി ചേച്ചിയുടെ കുടുംബം. കല മാത്രമല്ല, നമ്മുടെ സാമൂഹിക ഇടപെടലുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു കുടുംബം. പ്രത്യേകിച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതുപോലെ സ്ത്രീ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതാണ്ട് കഴിഞ്ഞ കാലനൂറ്റാണ്ടിന് ഇപ്പുറം കേരളത്തിൻ്റെ ജനജീവിതത്തിൽ സജീവമായി പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മക്കളും മരുമക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. അതിലെ ഒരു നെടുനായകത്വം വഹിക്കുന്ന ആളാണ് ES അവരുടെ അധ്യാപന ജീവിതത്തിന് ശേഷം അധ്യാപന ജീവിതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മൗനമായ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതിലും അതുപോലെ നൂലുകൊണ്ട് കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലുമൊക്കെ കലാപരമായ നൈപുണ്യം ആദ്യമേ പുലർത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രത്യേക സാഹചര്യത്തിൽ മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ ശ്രമഫലമായി അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുക. പലപ്പോഴും നേരെ വിപരീതമായിട്ടാണ് പല കുടുംബങ്ങളിലും നടക്കുന്നത്. പ്രായമായി കഴിഞ്ഞാൽ 70 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു അനാഥത്വം അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊരു പുറന്തള്ളി അങ്ങനെ ഒരു വാർദ്ധക്യ ജീവിതത്തിലേക്ക് പോകുന്ന കേരളീയ അന്തരീക്ഷത്തിൽ അമ്മയെ മുന്നിലേക്ക് കൊണ്ടുവന്ന അമ്മയുടെ കരകൗശല വിദ്യകൾ, ചിത്രരചന നൈപുണ്യം പ്രകടിപ്പിക്കുന്ന വസ്തുക്കളൊക്കെ പ്രദർശിപ്പിക്കുവാൻ, അത് മാത്രമല്ല വെറും ഒരു പ്രദർശനം മാത്രമല്ലേ, ഒരുപക്ഷെ ഈ മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ ഒരു ചിത്രശില്പകലാ പ്രദർശനത്തിൽ ഇത്രയും അധികം ആളുകൾ സമീപകാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പല പ്രദർശനങ്ങളും ഉദ്ഘാടനത്തിലൂടെ വന്നു. ഇത്രയും അധികം ആളുകൾ ഇവിടെ പ്രദർശനത്തിൽ കണ്ടിട്ടില്ല. വർഷങ്ങൾ ഏതാണ്ട് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലുള്ള കാര്യമല്ല. മാത്രമല്ല, ഒരു വളരെ പ്രസിദ്ധയായ ഒരു ചിത്രകാരി എന്ന നിലയിൽ പേരൊന്നും എടുത്തിട്ടില്ലാത്ത ഈ ചിത്രകാരിക്ക് പ്രത്യേകിച്ച് പത്രങ്ങളിൽ കൂടി കിട്ടിയ ഒരു മീഡിയ കവറേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിന് കാരണം മക്കളും മരുമക്കളും ഇതിന് ഉത്സാഹത്തോടു കൂടിയുള്ള തയ്യാറെടുപ്പ്, ഏതാണ്ട് 1 മാസമായിട്ട് ഇതിന് തയ്യാറെടുക്കുന്നുണ്ട്. ഇത് വളരെ വലിയൊരു അഭിമാനം, ഈ അമ്മയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ മാതൃകയാണ്. നമുക്ക് 60കളിൽ ഒരു ചിത്രകാരി ഉണ്ടായിരുന്നു, പത്മിനി. ഒരു അന്തരീക്ഷം അതായത് ചിത്രകാരി. അതിനുശേഷം ES പത്മിനി എന്ന ഈ പേരിൽ തന്നെ ഈ ചിത്രകലാ രംഗത്ത് വളരെ മുദ്രയുള്ള ഒരു പേരാണ്. ആ പേര് തന്നെ പ്രത്യേകതയാണ്. ഈ ചിത്രങ്ങളെല്ലാം കാണുന്നവർക്ക് മനസ്സിലാകും ഇത് വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ചിത്രമോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അനുകരിച്ചിട്ടുള്ള ചിത്രമൊന്നുമല്ല. മൗലികതയുടെ സ്പർശനം അത് ഏത് വസ്തുക്കളാണ്, ചെറിയ പിന്നെ ഓരോ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പിന്നെ നിറങ്ങൾ ഉപയോഗിച്ച് വരകൾ ഉപയോഗിച്ച് മാത്രമുള്ള ചിത്രങ്ങളല്ല ഇത്. ഈ രൂപങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്ന നൂലുകൊണ്ടും നാരുകൊണ്ടും ഒക്കെ സംവിധാനം ചെയ്തിരിക്കുന്നതാണ്. പ്രത്യേക ചിത്രകലയുടെ പ്രത്യേക സ്വഭാവത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ചിത്രകല ഈ രേഖകളും വർണ്ണങ്ങളും മാത്രമല്ല, മിഷൻ ആർട്ട് എന്ന് പറഞ്ഞ പുതിയൊരു സങ്കേത രീതിയിലേക്ക് ആണ് ഇന്ന് ലോക ചിത്രകല പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഇത്രയും ഈ ഹാളിൻ്റെ അകം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട്, ഈ സ്പേസ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ മെഷീൻ്റെ സഹായത്തോടു കൂടി ചിത്രകല ആസ്വദിക്കുന്ന ഒരു രീതി ഇന്ന് വളരെ പ്രചാരത്തിൽ വരികയാണ്. ലോക ചിത്ര കലയുടെ പ്രായോഗിക ചിത്രകലയുടെ ശാഖയിലൊക്കെ വളരെ വികാസം പ്രാപിച്ച മിഷൻ ആർട്ട് എന്ന് പറയുന്നത് ആ വിധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വർണ്ണങ്ങളും വരകളും മാത്രമല്ല, ചിത്രകലയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു വീട്ടമ്മ, പ്രത്യേകിച്ച് 70 വയസ്സ് കഴിഞ്ഞ ഒരു വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞ ഒരു സ്ത്രീയുടെ മുന്നേറ്റത്തിൻ്റെ അടയാളങ്ങളാണ് അവയാകട്ടെ വളരെ ഇത്രയും സൂക്ഷിച്ച്
ഈ അമ്മയെ പറ്റി മറ്റൊരു കാര്യം കൂടെ പറയണം. യാത്ര വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഏത് പ്രദേശത്തും എനിക്ക് മുഴുവൻ പലതവണ കണ്ടിട്ടുള്ള ഒരാളാണ്. ഇടയ്ക്കൊരു അനുഭവം ഞാൻ ഓർക്കുന്നു. അത് അവരുടെ സൂക്ഷ്മ ഗ്രഹണ ശക്തിക്ക് ഉദാഹരണം പറയാവുന്ന ഒരു കാര്യം. ഈ ആത്മീയതയും ഈ യാത്രയും പ്രകൃതി ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മാനസികാവസ്ഥയാണ്. ഏതാണ്ട് ഒരു 2-3 കൊല്ലത്തിന് മുൻപ് ഈ പഴയ ദേവികുളം, യഥാർത്ഥത്തിൽ ദേവികുളം എന്ന് അറിയപ്പെടുന്ന സ്ഥലം, അത് ഇപ്പോഴത്തെ ദേവികുളത്തെ ഒരു 3 ലേഖനം മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇപ്പം ടാറ്റയുടെ അധീനതയിലാണ് ആ ദേവികുളം. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ ദേവി വിളിച്ച ഒരു സ്ഥലമാണ് കണ്ട പറയുന്നത്. അതിന് നാട് അതിൻ്റെ മധ്യത്തിൽ എപ്പോഴും പൊടിയാത്ത അല്ലെങ്കിൽ കരിയാത്ത ഒരു പച്ചവയ്ക്ക് നിറഞ്ഞിട്ടുണ്ട്. അത് സീത പിടിച്ച തടാകത്തിൻ്റെ ഇടയിൽ ആരോണെന്ന് പറഞ്ഞത് അത് വളരെ വിശ്വസനീയമായി ശ്രദ്ധിക്കുകയും അവിടെ കുറേ നേരം നിർത്തിക്കുകയും ഇതിൻ്റെ അത് വിശ്വസിക്കുകയും പറഞ്ഞു വരുന്ന കാര്യം ഒരു ഐതിഹ്യം കേട്ടാലും ഒരു പ്രത്യേക പ്രദേശത്ത് ചെന്നാലും അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുന്നതാണ് അങ്ങനെയാണ്. ഈ വിധത്തിലേക്ക് താതാത്മ്യം പ്രാപിച്ചു നിൽക്കുന്ന ഒരു സ്വഭാവം എന്നുണ്ട്. അത് ഞാൻ നേരിട്ട് മനസ്സിലാക്കി. ഇതെല്ലാം ഈ യാത്രയും അതിൽ നിന്ന് കിട്ടുന്ന അനുഭവവും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്ക് സഹാനുഭൂതിയോടെ ഉള്ള ഒരു കണ്ണും ഒക്കെ വളരെ ഞാൻ അപൂർവം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മാനസിക ഭാവം കൂടി ഉള്ള ഒരു ചിത്രകാരിയാണ് എന്ന് എടുത്ത് പറയാം. മറ്റേ ചിത്രകാരികൾ പല രീതിയിലുണ്ട്. ഏകാന്തതയിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് മറ്റ് ബാഹ്യലോകവുമായി ബന്ധമില്ലാത്തവരുണ്ട്. ഏകാന്തതയിൽ അധികം അഭിരമിച്ച് ഉള്ളിലേക്ക് കടന്ന് ഒരു ഭ്രമാത്മകമായ ഒരു രീതിയിലേക്ക് പോകുന്നവരുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ളപ്പോൾ ഇത് കുട്ടികളുടെ കാര്യം ചെറുമക്കളുടെ കാര്യം ഒക്കെ വളരെ ശ്രദ്ധയോട് നോക്കുകയും അവരുമായിട്ട് സുഹൃത്തുക്കളെ പോലെ പെരുമാറുകയും ഒരു സമയം പോലും പാഴാക്കാതെ ആ സമയമെല്ലാം ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള ത്രാണിയുള്ള ഒരു മഹതിയുടെ മാനസ സന്താനങ്ങളാണ് ഈ ചുറ്റുപാടും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേക വിഭാഗത്തിൽ ഒതുക്കിക്കൊണ്ടുള്ള ഒരു കലാ പ്രകടനമല്ല. ചിത്രം കൊണ്ട് ശില്പമല്ലെങ്കിലും വസ്തുക്കൾ നെയ്തെടുക്കുന്നതിന് കടലാസ് കൊണ്ടുള്ള ചെറിയ കൂടുകൾ അത് എന്ത് മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കളിമണ്ണിൽ തീർത്ത വസ്തുക്കൾ അതിനുള്ള നിറം കൊടുത്തിരിക്കുന്ന രീതി, പ്രത്യേകിച്ച് നൂലുകൊണ്ടുള്ള പ്രത്യേക മെനയിലാണ് ഇവിടെ കൂടുതലാണ്. കമ്പിളി നൂല് കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളാണ് ഏറെ. അതിലാണ് പ്രത്യേകിച്ചൊരു പ്രാവീണ്യം ഈ മഹതി തെളിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മുടെ ശിവകുമാരി ടീച്ചറിൻ്റെ കൈകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വളരെ അഭിമാനകരം മാത്രമല്ല, മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ നാൾക്ക് നാൾ വളരെ അഭിവൃദ്ധിയോടുകൂടി ഇനിയും ഈ കലാപ്രവർത്തനത്തിൽ ഇടപെടുവാൻ അവർക്ക് കൂടുതൽ ഉത്തേജനവും നൽകും എന്ന വിശ്വാസമുണ്ട്. നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഉള്ള കിട്ടിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നത്